നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇത് ഒരു ഓർഗൻസ സിൽക്ക് പോലത്തെ ഫാബ്രിക് കേട്ടോ. സെമിയാണ്, പക്ഷേ ഓർഗൻസയുടെ ഏകദേശം ഫീച്ചേഴ്സ് ബന്ധിച്ച് ഭയങ്കര പറന്ന് നിൽക്കുന്നതല്ല, ഒതുങ്ങി കിടക്കുന്ന സിൽക്കി ഫിനിഷുള്ള സൈസ് മെറ്റീരിയൽ. ഓർഗൻസയുടെ ആ ഒരു ലുക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ ഹാൻഡ് വർക്കാണ്, ഈ ഒരു ത്രെഡ് വർക്കും എല്ലാം ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഈ വർക്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. നമ്മളിതൊരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ, റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. നല്ല കളർ ചാർട്ടാണ്, ഡാർക്കർ വൈൻ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത്. പിന്നെ ബോട്ടം വരുന്നത് സെയിം ഡാർക്ക് വൈൻ ഷെയ്ഡ്. ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ, ത്രെഡ് വർക്കും പിന്നെ ഒരു കാത്താ വർക്കിൻ്റെ ടൈപ്പ് ഹാൻഡ് വർക്കുമാണ് നമുക്ക് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത്. നല്ല കോമ്പിനേഷനാണ്, ഒരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ് നമുക്ക് ആ ത്രെഡ് വർക്കിന് വന്നിരിക്കുന്നത്. മെയിൻ ഷെയ്ഡ് ഡാർക്ക് ആയതുകൊണ്ട് ഈ രണ്ട് കളറും കൂടെ മാച്ചിങ് നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഈ വർക്കിന് അത്യാവശ്യം നല്ല റേറ്റ് ആവുന്ന കേട്ടോ, ഹാൻഡ് വർക്കിന് നല്ല റേറ്റ് ആവും. പിന്നെ നമ്പർ AK668, റേറ്റ് 1190 ഉള്ളൂ, 1190. അടുത്ത നല്ല ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡാണ്, അതിൽ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ബോർഡറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം ഒതുങ്ങി കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, ഓർഗൻസ എന്ന് പറയുമ്പോൾ ഭയങ്കര പറന്നിരിക്കുന്ന ആ ഒരു ഇത് മനസ്സിൽ കൊടുക്കണ്ട. അത്യാവശ്യം ഈ ഒരു രീതിയിലൊരു സിൽക്കി ഫിനിഷിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ, നോർമൽ ഓർഗൻസയുടെ ലുക്കല്ല കേട്ടോ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. വാഷ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ബോട്ടം വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. നമ്പർ AK670. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിന് നല്ലതാണ്, 1190 ഉള്ളൂ. അടുത്ത ഷെയ്ഡ് കാണാം. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് നല്ല ബ്ലാക്ക് കളർ, ബ്ലാക്കിൽ കുറച്ചൊരു ആഷ് ഗ്രേ മിക്സഡ് കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് എപ്പോഴും അതിൻ്റേതായ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ബ്ലാക്കിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ എപ്പോഴും നല്ല സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. അത്യാവശ്യം ഈ ഒരു രീതിയിൽ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല ഹൈറ്റ് ഉള്ളവർക്കും പറ്റുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ടോപ്പിനും നല്ല ലെങ്ത്ത് കിട്ടും. വാഷ് ചെയ്യാനും ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല. മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഫാബ്രിക് തന്നെയാണ്. നമ്മൾ നോർമലി വരുന്ന ആ ഒരു ഫാബ്രിക്കിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ AK669, റേറ്റ് 1190. പിന്നെ ലാസ്റ്റ് കളർ നല്ല ടീൽ ബ്ലൂവിൻ്റെ നല്ല ഷെയ്ഡില്ലേ, ആ ഒരു കളറാണ്, ഡാർക്കർ ബ്ലൂ ആണ്. അതിൻ്റെ അത് ലൈറ്റ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് വർക്ക് പോയിരിക്കുന്നത്. കുഞ്ഞായിട്ട് സീക്വൻസിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കൂടിയ വർക്കാണ്, സാധാരണ സൈസ് വർക്കല്ല. നിങ്ങൾക്കത് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. മൊത്തത്തിലുണ്ട് കേട്ടോ. ദുപ്പട്ടയിലും സെയിം തന്നെ രീതിയിൽ താഴെ കാത്താവക്കിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനത്തെ മോഡലൊക്കെ നോർമലി ഒരു 1700 വരുന്ന ടൈപ്പിലാണ് ഈ ഒരു ടൈപ്പ് വർക്ക് വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഭയങ്കര റീസണബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ രണ്ട് സൈഡിലൊക്കെ ഇടണമെങ്കിലും അത്യാവശ്യം ഈ ഒരു രീതിയിൽ കിടക്കും. ഭയങ്കരമായിട്ട് ഷിഫോൺ പോലെ ഒതുങ്ങി കിടക്കുന്നതല്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ ഇടാനും പറ്റുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഐറ്റം. നമ്പർ AK667, റേറ്റ് 1190.